കണ്ട ഹോം സ്റ്റേന്ന് ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് വെക്കേറ്റ് ചെയ്തിറങ്ങി. ആ വീഡിയോയിൽ അവസാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വലിയ സ്പെഷ്യൽ സർപ്രൈസ് ആയിട്ടാണ് ശ്രീലങ്കയ്ക്ക് വന്നേക്കുന്നതെന്ന്. 2 ദിവസമൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചു ഒന്ന് കറക്റ്റായിട്ട് വരാൻ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്കെല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടി. അപ്പോൾ നമുക്ക് ഈ ശ്രീലങ്ക സീരീസിൽ ഒരു ട്രാവൽ പാർട്ട്ണറും കൂടി ഇട്ടു. ഞങ്ങൾ രണ്ടുപേരും അല്ല, കൂടാതെ 3ാമത് ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി, ആ കക്ഷി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെഗംബോനടുത്ത് തന്നെ കാത്തുനായിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. കുറച്ച് ദൂരമാണ്. നമ്മൾ താമസിച്ച ഹോം സ്റ്റേന്ന് ഒരു 3-4 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളൊരു ഓട്ടോ ഒക്കെ എടുത്ത് വന്നു. വഴിയുടെ അറ്റത്തു നിന്നാണ് ഓട്ടോ എടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ആളുടെ വീട് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൂടുതൽ വൈകിക്കാതെ നമുക്ക് നേരെ പോയിട്ട് ആ ആളെ അല്ലെങ്കിൽ ആ കക്ഷിയെ പിക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു TinPin സ്റ്റോറീസ്. നമ്മുടെ ട്രാവൽ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ അവസാനം വരെ ഒന്നും കാത്തിരിക്കേണ്ട കേട്ടോ. ഇപ്പം തന്നെ കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങനെ ക്രൂരതയൊന്നും കാണിക്കില്ല. അപ്പോൾ ആൾ ഇന്ത്യയിൽ ജനിച്ച് ഇപ്പോൾ ഇവിടെ ശ്രീലങ്കയിൽ സെറ്റിൽഡ് ആണ് കേട്ടോ. പക്ഷെ ആളെ കുറിച്ച് കൂടുതൽ അറിയണം, ഞങ്ങൾ എങ്ങനെ ആളെ കണ്ടുമുട്ടിയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ മീറ്റ് മിസ്റ്റർ രാവണൻ. അപ്പൊ ഈ കണ്ടതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ കക്ഷി, നമ്മുടെ ശ്രീലങ്കൻ സീരീസിലത്തെ ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ ആണ്. അപ്പൊ ആദ്യത്തെ വീഡിയോയില് ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീലങ്ക ഓട്ടോ കൾച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺട്രിയാണത്. അപ്പൊ ഹരിക്ക് അത് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതൊരു കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പൊ എന്തായാലും സംഭവം റെഡി ആയിട്ട് നമ്മളുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞാൽ തീരാത്ത അത്രയും എക്സൈറ്റഡ് ആണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ശ്രീലങ്കൻ കമ്പനിയായ ടുക് റെൻ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോ റെൻറ്റിങ് കമ്പനി ആയിട്ടാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഇവർ ലിറ്ററലി നമ്മുടെ ട്രാവൽ പാർട്ട്ണറാണ് കേട്ടോ. അപ്പോൾ ഈ സീരീസ് മൊത്തം, നമ്മുടെ ഈ ശ്രീലങ്കൻ സീരീസ് മൊത്തം നമ്മൾ ഈ ഇവർ ടുക് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോറിക്ഷയിലായിരിക്കും ട്രാവൽ ചെയ്യാൻ പോണേ. അപ്പോൾ ആ മൊത്തം സീരീസ് കണ്ടാൽ മാത്രമേ വെയിൽ ഇത്ര നേരം വെയിൽ വേണ്ടാന്നായിരുന്നു. ഇപ്പോൾ വെയിൽ പോയി കഴിഞ്ഞ് ഇരുട്ടായി. അപ്പോൾ ഈ മൊത്തം സീരീസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ എങ്ങനെ ശ്രീലങ്ക മൊത്തം ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ടുക്ടുക്കിൽ കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുമോ ഇല്ല, അതിന്റെ എക്സ്പീരിയൻസ് ആണ് എന്താണെന്ന് മൊത്തം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീലങ്കൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, പൊട്ട എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇതിന് വന്നേക്കണം കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ ലിറ്ററലി ഇവർ നമ്മുടെ ട്രാവൽ പാർട്ട്ണറാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട് നമ്മൾ ഈ ഒരു കമ്പനീനെ സെലക്ട് ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്ത ഉടനെ തന്നെ ഇവർ റെസ്പോണ്ട് ചെയ്യും. അവരുടെ ആ ഒരു നമ്മളായിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മണി മേക്കിംഗ് ഒരു കമ്പനി മാത്രമല്ല, മണി മേക്കിംഗ് കമ്പനി അല്ല. അതായത് ഇവർ കൂടുതലായിട്ടൊരു സോഷ്യൽ സർവീസാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഓൺ ടുക് അല്ലെങ്കിൽ ഓട്ടോറിക്ഷകളില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഇവിടെ ലോക്കൽസിൻ്റെ അടുത്ത് നിന്ന് ടുക് സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വരുമാനം കുറവാണെങ്കിൽ അവർക്ക് ഇവരുടെ റിക്ഷ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ടൂറിസ്റ്റിന് റെൻറ്റ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് ചെറിയൊരു പെർസെൻറ്റേജ് ഇവർ എടുക്കുന്നു. ബാക്കി മൊത്തം ഈ ലോക്കൽ എന്താ പറയുക ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനും അവരുടെ ഫാമിലീസിനുമാണ് പോകുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. അത് ഒരു നല്ല കാര്യമല്ല, ഭയങ്കര നല്ല കാര്യമല്ല. അപ്പോൾ കറൻ്റ്ലി അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ശ്രീലങ്ക ഒരു വലിയൊരു ക്രൈസിസ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓയിൽ ഷോർട്ടേജ് ആണ്, ഇവിടെ ഫുഡ് ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെ കുറേ, അതായത് ഈവൻ എന്താ പറയുക 6 ദിവസത്തേക്കുള്ള പെട്രോളേ ഉള്ളൂ എന്നൊക്കെയാണ് ഇവിടെ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റും ഒക്കെ ഇവിടെ ന്യൂസിൽ പറഞ്ഞ് മുടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതെങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കൊണ്ട് നമുക്കറിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ പോകുന്നതിൻ്റെ 1-2 ദിവസം മുമ്പാണ് ഈ ന്യൂസൊക്കെ പുറത്ത് വന്നത്. അപ്പോൾ എത്രത്തോളം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ ഇവർക്കൊരു ക്രൈസിസ് ഉള്ള സമയത്ത് ഇത് ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ വാചകടി നിർത്തിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടി ഓടിക്കാനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ലൈസൻസ് ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പോൾ ലൈസൻസിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ അവർ ബ്രീഫ് ചെയ്യും, എങ്ങനെ ഓടിക്കണം. എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാറില്ല. 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയുടെ അനിയനുണ്ട്, പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു മാമനുണ്ട്. അപ്പോൾ പ്രദീപ് മാമൻ്റെ ഒരു ഓട്ടോറിക്ഷ ഞാൻ വീടിൻ്റെ കോമ്പൗണ്ടിലിട്ടിട്ട് ഓടിച്ച ഒരു. പക്ഷെ ഒന്നും പേടിക്കാനില്ല, ഇവരെല്ലാത്തിനെയും കുറിച്ച് നമുക്കൊരു ബ്രീഫിംഗ് തരും. അപ്പോൾ നമുക്ക് നേരെ ബ്രീഫിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഷഹാറ നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് തരായിരുന്നു കേട്ടോ, എന്താണ് കമ്പനി അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പവർ കട്ട് ഉണ്ട്. അപ്പോൾ നോർമലി ഇവർ കൊണ്ടുവന്ന് നമ്മളെ TV-യിൽ എല്ലാം വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു തരുന്നു മൊത്തം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലാപ്ടോപ്പിൽ കാണിച്ചു തരാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം
ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ബ്രീഫിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആക്ച്വലി ശ്രീലങ്കൻ റോഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഓട്ടോൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഓട്ടോ റെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ പോകുന്ന ആൾക്കാർക്കും അതേപോലെ ഓട്ടോനും ഒരു ഇൻഷുറൻസ് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ റോഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോ റെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം കുറച്ച് സാധനങ്ങൾ കിട്ടും. മിനിമം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ USB ചാർജർ, ഫോൺ ഹോൾഡർ, പിന്നെ സ്പെയർ ടയർ, ടൂൾ ബോക്സ്, ലോക്ക് ബോക്സ്, പിന്നെ ഒരു മാപ്പ്, വേണ്ട അട്രാക്ഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു മാപ്പ് കിട്ടും. ഇതല്ല നിങ്ങൾക്ക് കൂടുതൽ സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ, ഇതിനൊക്കെ കുറച്ച് പൈസ വരുന്നുള്ളൂ കേട്ടോ. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു $1 നിങ്ങൾക്ക് സ്പീക്കർ ഇതാവാം. ഇതൊക്കെ ഇവിടെ എഴുതി ഈ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ലക്ഷ്മി പറഞ്ഞ കാര്യമില്ലേ, ബ്ലൂടൂത്ത് സ്പീക്കർ, ഇതൊക്കെ ചെറിയ എക്സ്ട്രാസ് ഉണ്ട്. അപ്പോൾ സ്പീക്കേഴ്സ് അതൊരു $1 പെർ ഡേ. അപ്പോൾ നിങ്ങളൊരു 5 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് $5. പിന്നെ സർഫിംഗ് ബോർഡ് കമ്മിങ് സൂൺ, സർഫിംഗ് ബോർഡിൻ്റെ റാക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് സർഫിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് സർഫിംഗ് ബോർഡ് വേറെ സ്ഥലത്ത് റെൻറ്റ് ചെയ്യാം. അത് ഓട്ടോൻ്റെ മുകളിൽ വയ്ക്കാനുള്ള റാക്ക് ഉണ്ട്, കൂളേഴ്സ് ഉണ്ട്, ബേബി സീറ്റ്, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇരുത്തിക്കൊണ്ട്. അപ്പോൾ നമ്മൾ കാറിലൊക്കെ കണ്ടിട്ടില്ല, ഇപ്പോൾ കുറേ നമ്മുടെ നാട്ടിലും അങ്ങനത്തെ റൂൾസൊക്കെ വന്നു തുടങ്ങിയിട്ട്, കുട്ടികളെ പുറകിൽ ബാക്കിൽ ബേബി സീറ്റിൽ ഇരുത്തണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ പൈസയിലാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ബാക്കി ഇതിന് എത്രയാണ് റെൻ്റൽ കാര്യങ്ങളൊക്കെ അവസാനത്തേക്ക് പറയാം കേട്ടോ. അപ്പോൾ അതേ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് കാണട്ടെ ബാക്കിയും കൂടി. യാസിർ, ഓക്കെ. Hari. Nice to meet you too. So good luck. Yeah. See you guys afterwards. Sure. All right. Thank you Thank so you. much. Thank you. ഇതാണ് നമ്മുടെ താരം അല്ലേ? ഇതാണ് നമ്മുടെ കൂടെ നമ്മുടെ ട്രാവൽ പാർട്ട്ണർ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് ഇതൊക്കെ തരാം കേട്ടോ. നമ്മുടെ ബൈക്ക് ഓടിക്കുന്ന പോലെയാണ്. ഞാൻ പണ്ട് ഓടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഓട്ടോ ഓടിച്ചിട്ട്. പിന്നെ ഇവർ ഇത് കണ്ടോ, ഇതില്ലേ ഇതിൻ്റെ എന്താ ഇതിന് പറയാം, പിടി, അതിനൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കുഷൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് റബ്ബറിൻ്റെ. അപ്പോൾ നമ്മുടെ തല ഇടിക്കില്ല, കൈ ഇടിക്കില്ല, അങ്ങനത്തെ ഓരോ ഗുണങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സാധനമാണ് സീറ്റ് ബെൽറ്റ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടിരിക്കാൻ വേണമെങ്കിൽ. പിന്നെ ആ മൊത്തം പച്ച കളറാണ്, അടിപൊളിയായിട്ടുണ്ട്. അവരുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, TukTukRental.com. ഇഫ് യു ആർ ഡാഡ്, ഐ ആം യുവർ ഡാഡ്. നമ്മുടെ മറ്റേ ഡയലോഗ്, this is from some Tamil movie, right? Mari. Yeah. Mari. The dialogue is, if you are bad, I am your dad. അപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാറുണ്ട്. എങ്ങനെയാണ് ഡെയിലി ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്, ഓയിൽ ചെക്ക് ചെയ്യാൻ. അപ്പോൾ എല്ലാ ദിവസവും എഞ്ചിൻ ചെക്ക് ചെയ്യണതാണ് നല്ലത്. കാരണം ബാക്കിയുള്ള പാർട്സ് ഒക്കെ മാറ്റിയാലും കുഴപ്പമില്ല. അത് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഓയിലിൽ അറിയാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എഞ്ചിനും ടയറും ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഈ ടയർ സ്വാപ്പിംഗ് അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പാർക്ക് ചെയ്ത് പോയാൽ പൊട്ട ടയർ ഇതിലേക്ക് എടുത്തിട്ട് നല്ല ടയർ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു തരാം. Oil level we keep always high. Okay. Level. Okay. ഈ ഓട്ടോ നമ്മൾ റെന്റ് ചെയ്യുമ്പോൾ ഓട്ടോന്റെ കീടവും അറ്റാച്ച് ചെയ്തിട്ടൊരു കാർഡ് ഉണ്ട്. അതൊരു കീ ചെയിൻ പോലെയാണ്. അപ്പോൾ ആ കാർഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓട്ടോൻ്റെ ഇൻഷുറൻസ്, അതേപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, RC, അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് അതിൽ അവർ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് ബൈക്ക് റെന്റ് ചെയ്തപ്പോൾ നമുക്ക് RC ബുക്ക് പോലും അവർ തരാൻ റെഡി ആയിരുന്നില്ല. ഞങ്ങൾ കുറേ ചോദിച്ചിട്ടാണ് തന്നത്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പക്ക ക്ലിയർ ആണ്. അതിൻ്റെ ഡേറ്റും ഒക്കെ നമ്മളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം എന്താ പറയുക, അടിപൊളിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ നമ്മളെ ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. ലക്ഷ്മിക്ക് പേടിയാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പോണെന്ന് പറഞ്ഞു. ഈ കൊരങ്ങൻ്റെ പൂമാല കിട്ടിയ അവസ്ഥയാവും. ആണം കെടുത്താണ്. We understand and yeah. I understand little bit your language. Okay. Because I speak Tamil. Okay. We both studied in. கையில பூமாலை கிடைச்ச மாதிரி. உங்களை பத்தி சொல்லல, என்ன பத்தி சொல்றேன். இல்ல அவளா சொல்றாங்க எனக்கு தெரியல. அது மாதிரி உங்களுக்கு பாட்ட கிடைக்க போகுது அப்படியா? ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ശ്രീലങ്കയിൽ എന്നെ നാട്ടിച്ച് കൊന്നു. അപ്പോൾ
ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എന്നോട് കാര്യം ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. So first you take a training with a brake. Okay. Yeah. Stop with the neutral. Before stop, bring the neutral. Now I go on the back side. Okay. വിചാരിച്ചത്ര ഈസി അല്ല കേട്ടോ. No. Okay, let's go. ഹരി ഓടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്വൈറ്റ് റോഡാണ്, അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു റോഡാണ്. കുറാന റെയിൽവേ സ്റ്റേഷനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു റോഡ്. അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങും റിവേഴ്സ് ഗിയറും ബ്രേക്കിങ്ങും അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇൻസ്ട്രക്ടർ. ഇത്ര നേരം നമ്മൾ ചെറിയ റോഡിലാണ് ഓടിച്ചിരുന്നത്, മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ അമ്മോ, ബൈക്ക് ഓടിച്ച് പരിചയമുള്ളതുകൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഈസിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ട്രാക്കിലേക്ക് വരും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓട്ടോറിക്ഷ പണ്ട് എപ്പോഴും ഓടിച്ച് നേരത്തെ പറഞ്ഞില്ലേ, 2-3 പ്രാവശ്യമേ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഞാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു അന്നത്തെ ഒരു ഓർമ്മയിൽ. പക്ഷേ കുറച്ച് ഗിയർ ഷിഫ്റ്റിംഗ് അതൊന്നും ചിലപ്പോൾ 1-2 ദിവസം ഓടിച്ചാൽ ശരിയാവും കേട്ടോ. അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ടെൻഷൻ മാറിയാ ഇല്ല, എനിക്ക് ധൈര്യമായി നന്നായിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഒറ്റ ഓടിച്ചുള്ളൂ. ഒരു ദിവസം നാളെ നമ്മളേക്ക് ശരിയാവും. മറ്റേ സാധനം, ഇഫ് യു ആർ ഡാഡ് ഐ ആം യുവർ ഡാഡ്. ബ്രീഫിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം വലിയ കാര്യങ്ങളോ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. ബേസിക്കായിട്ട് ഇവരുടെ TukTukRental.com കയറിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈസൻസിൻ്റെ കാര്യമാണെങ്കിൽ അതിന് ഒരു എക്സ്ട്രാ $40 ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അധികം ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. നമ്മുടെ കാർ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേ, നമ്മുടെ സാധാരണ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു കോപ്പി. അപ്പോൾ കാർ പ്ലസ് സ്കൂട്ടർ വേണം തോന്നുന്നു. അപ്പോൾ വേറെ ഇൻ്റർനാഷണൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. IDL അല്ലേ, ഇൻ്റർനാഷണൽ IDP, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും ബേസിക്കായിട്ട് അയച്ചു കൊടുക്കുക. $40 കൂടി അയച്ചാൽ നമ്മൾ വരുന്നതിന് മുമ്പ് അവരെല്ലാം സെറ്റാക്കി വെക്കും. ഞങ്ങളൊരു 3-4 ദിവസം മുമ്പാണ് അയച്ചത്. അപ്പോൾ അതിന്ന് വന്നപ്പോഴത്തേക്കും കിട്ടിയത് വർക്കിംഗ് ഡേയ്സ് കേട്ടോ. 4 or 5 day വർക്കിംഗ് ഡേയ്സ്. ഒരാഴ്ച മുമ്പ് അയച്ചോളൂ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈസി ഇവിടെ വന്നിട്ട് അങ്ങനെ വലിയ നമുക്ക് ജസ്റ്റ് ആ ഒരു ബ്രീഫിങ്ങും ഇൻസ്ട്രക്ടർ വന്നിട്ട് നമ്മളെ ഓടിച്ച് പഠിപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബ്രീഫ് ചെയ്യുമ്പോൾ അവരെല്ലാം എല്ലാ പ്രൊസീജിയേഴ്സും ഭയങ്കര പ്രൊഫഷണലി ആണ് ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കര പ്രൊഫഷണലിയാണ് നമ്മൾ സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ അത് ഞങ്ങളോട് മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ സൈഡിൽ ഇരുന്ന് വേറെ കസ്റ്റമേഴ്സിനെ അവർ ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഒരു എക്സ്ട്രീംലി പ്രൊഫഷണൽ രീതിയിലാണ് അവർ നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് ഒരു പുറത്തത്തെ ഒരു കൺട്രിയിൽ വന്നിട്ട് ഒരു വണ്ടി ഹയർ ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ അവര് ആൻസർ ചെയ്യായിരുന്നു ഇങ്ങോട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ആയതുകൊണ്ട് പൊക്കി പറയല്ലോ കേട്ടോ. കാരണം നമ്മൾ മേഘാലയയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഞങ്ങളൊരു സ്കൂട്ടർ റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു, ഗുവാഹട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അവരൊരു 30% ഓഫ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസത്തിന് എടുത്തതിനും ഒക്കെ ആയിട്ട്. പക്ഷെ ആ കമ്പനിയുടെ പേര് പോലും നമ്മൾ മെൻഷൻ ചെയ്യാതെ അത്രയും അൺപ്രൊഫഷണൽ ആയിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞ ഒരു RC ബുക്ക് പോലും നമുക്ക് 3 ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചോദിച്ചിട്ട് ലാസ്റ്റ് 3 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ മേഘാലയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് RC ബുക്ക് ഒക്കെ തരുന്നത്. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും, അതെ, പൊട്ടയാണെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇതും കൂടി മെൻഷൻ ചെയ്ത് ബാക്കിയുള്ള ഇനി വരും ദിവസങ്ങൾ എന്താണെന്നും അത് നമ്മൾ പറയാം. കാരണം ഇപ്പൊ ഇത്രയും പ്രൊസീജിയർ നല്ല രീതിയിലായിരുന്നു വെച്ച് ബാക്കിയെല്ലാം നന്നാവണമെന്നില്ല. പിന്നെ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര അഷ്യൂരിറ്റി നമുക്ക് തരുന്നുണ്ട്. എന്തുണ്ടെന്നുണ്ടെങ്കിലും 24 hours ഞങ്ങൾക്ക് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മെക്കാനിക്കൽ ഹെൽപ്പ് ആയിക്കോട്ടെ, പോലീസ് ഹെൽപ്പ് ആയിക്കോട്ടെ, എന്ത് ഹെൽപ്പ് ആയാലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അഷ്യൂരിറ്റിയാണ് നമ്മൾ വേറൊരു കൺട്രിയിൽ വന്നിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു കാര്യം. അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഇനി കൂടെ നമ്മൾ വരുന്ന ദിവസങ്ങളിലാട്ടോ അറിയുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ റെന്റൽ ചാർജസ് വരുന്നത് ഡിപ്പെൻസ് ഓൺ ഡേറ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 0 to അതായത് ഒരു ദിവസം തൊട്ട് 5 ദിവസം വരെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ $25 പെർ ഡേ ആണ് ഒരു ദിവസത്തെ റെന്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ 5 ദിവസം തൊട്ട് 25 ദിവസം വരെയാണെങ്കിൽ $22. പിന്നെ ഡേറ്റ്സ് കൂടുന്തോറും അതിന്റെ ഡിസ്കൗണ്ട് കുറഞ്ഞു വരുന്നതാണ്. പൈസ കുറഞ്ഞു അതെ, പൈസ കുറഞ്ഞു വരുന്നതാണ്.
അപ്പോൾ ഇവർ നമുക്കൊരു കൂപ്പൺ തന്നിട്ടുണ്ട് TinPin TINPIN. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെൻ്റൽ എമൗണ്ടിൽ ഒരു 5% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോന്നും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ കൂപ്പൺ കോഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ശ്രീലങ്ക വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വരുന്ന ദിവസങ്ങളിലാണ് കേട്ടോ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം ഈ റെൻ്റലിൻ്റെ എമൗണ്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും നമ്മൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഇവരുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നാളെ തന്നെ നമ്മൾ നമ്മുടെ രാവണനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 1 മന്ത് നമ്മളിവിടെ ഉണ്ടാവും. 1 മന്ത് ഇല്ല കേട്ടോ, 1 മന്ത് കുറവേ ഉള്ളൂ. ഒരു 3 വീക്സ് പ്ലസ് നമ്മളിവിടെ ഉണ്ട്. ഒരുപാട് നാളത്തെ പ്ലാനിങ് ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ 2 ദിവസം ഇവിടെ നിന്നപ്പോൾ തന്നെ ആൾക്കാർ അത്രയും ഹെൽപ്ഫുള്ളാണ്. കാണുന്നവർ ചോദിക്കുന്നു ട്രിപ്പിൻ്റെ ഐറ്റിനറി പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് വേണോ, ഓരോ സ്ഥലം സജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഫോട്ടോ കാണിച്ചു തരുന്നു. എന്തായാലും ഇത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോഴും. അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന ഒരു ഫീൽ. അതെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ ശ്രീലങ്കനും ടുക് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ശ്രീലങ്ക ഓൺ രാവണൻ ബിഗിൻസ് ടുമാറോ. Bye bye. Bye bye.